നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡേ 10 10 ദിവസങ്ങളായിട്ട് കൃത്യമായി പഠിച്ച ഓരോ ഉദ്യോഗാർത്ഥിക്കും എനിക്ക് ഉറപ്പുണ്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് നേടിയെടുക്കാൻ സാധിക്കും. ഇന്ന് 3 ടോപ്പിക്കാണ് നൽകിയിരിക്കുന്നത്. ഒന്ന് ദേശീയ ജലപാതയെ പറ്റിയാണ്. ദേശീയ ജലപാത NW3 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ദേശീയ ജലപാത ഉറപ്പായിട്ടും വായിച്ചു പഠിച്ചോളൂ, മാർക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി അടുത്തൊരു പോർഷൻ എന്ന് പറയുന്നത് ഭരണഘടനയുടെ അമെൻമെൻറ്റ്സ് ആണ്. അമെൻമെൻറ്റ്സിൽ പ്രധാനമായിട്ടും കുറച്ച് അമെൻമെൻറ്റ്സ് റിപ്പീറ്റഡ് ചോദിക്കാറുണ്ട്. 100 മുതൽ 106 വരെയുള്ള അമെൻമെൻറ്റ്സ് എന്ന് പറയുന്നത് CA റിലേറ്റ് ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കണം. പുതിയ അമെൻമെൻറ്റ്സ്, അതിൻ്റെ പ്രാബല്യത്തിൽ വന്ന തീയതി, അതോടൊപ്പം തന്നെ അതിന് പ്രാമുഖ്യം നൽകുന്ന ഏരിയാസ്, അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കറണ്ട് അഫയേഴ്സ് റിലേറ്റ് ചെയ്ത് തന്നെ പഠിക്കുക. അടുത്ത പോർഷൻ എന്ന് പറയുന്നത് RBI ആണ്. RBIയുടെ ഫിസിക്കൽ പോളിസീസ് ആണ് ചോദിച്ചിരിക്കുന്നത്. RBIയുടെ ഫിസിക്കൽ പോളിസീസ് എക്കണോമിക്സ് അറിയാവുന്നവർക്കാണ് കുറച്ചും കൂടെ എളുപ്പമുള്ള പോർഷൻ, എനിക്കറിയാം. എങ്കിലും ഇവിടെയും നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് ഓരോ വർഷത്തെയും പുതിയ മാറ്റങ്ങൾ അറിയണമെങ്കിൽ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് തന്നെ അവിടെയും സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിച്ച് തന്നെ പഠിക്കുക.